മനുഷ്യജീവന്റെ ഭൂമിയിലെ നിലനിൽപ്പിനുള്ള അടിസ്ഥാനം എന്നത് സ്ത്രീപുരുഷ ബന്ധമാണ്. സമൂഹത്തിലെ സ്ത്രീപുരുഷ ബന്ധത്തിന്റെ ലഘുഘടന ആണ് കുടുംബം എന്നത്. ഒരു കാന്തത്തിന്റെ രണ്ട് ധ്രുവങ്ങൾ പോലെ ശാരീരിക ഘടനയിലും മാനസിക ഘടനയിലും സ്ത്രീയും പുരുഷനും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. കാന്തത്തിന്റെ വ്യത്യസ്ത ധ്രുവങ്ങൾ ആകർഷിക്കുന്നത് പോലെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിൽക്കേണ്ടത് ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ്, ഒരു രാജ്യത്തിന്റെ ആവശ്യമാണ്, ലോകത്തിന്റെ ആവശ്യമാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ സ്ത്രീ-പുരുഷ ബന്ധത്തെക്കുറിച്ച് നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ട് പരിശോധിച്ചുകഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾ കുടുംബബന്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീയുടെ സ്വതന്ത്ര ജീവിതത്തിന്റെ മാനസിക സംതൃപ്തി സാമൂഹിക മാധ്യമങ്ങളിൽ പൊതുദർശനത്തിനു വെക്കുമ്പോൾ കേരള സമൂഹത്തിലെ പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇത്രയും മനസ്സിലായി എങ്കിൽ കേരളത്തിന്റെ സ്ത്രീകളുടെ വസ്ത്രസ്വാതന്ത്ര്യവും പുരുഷലൈംഗിക ദാരിദ്ര്യത്തിന്റെയും വിപരീതനുപാതവും മനസ്സിലാക്കാം. അടിച്ചമർത്തപ്പെടുന്നു എന്ന് അവകാശപ്പെട്ട് പുരുഷവിദ്വേഷത്തെ ഉയർത്തിപ്പിടിക്കുന്ന പുതിയ പുരോഗമന ചിന്താഗതിയും സ്ത്രീസംരക്ഷണ നിയമങ്ങളുടെ ചൂഷണങ്ങളും സ്ത്രീകൾക്കിടയിൽ കുറ്റവാളികൾ ഉയർന്നുവരാൻ ഇടയാക്കുന്നു. സ്ത്രീസംരക്ഷണ നിയമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇന്ത്യ എന്ന രാജ്യത്ത് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മലയാള സമൂഹത്തിൽ സ്ത്രീസംരക്ഷണ നിയമങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ പുരുഷ കമ്മീഷൻ വേണം എന്നാണ് എന്റെ അഭിപ്രായം. ഇത് കണ്ടു നോക്കൂ. ഷാരൺ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണ്, മരിച്ചൊരാളെ അവഹേളിക്കുകയാണ്. മരിച്ചൊരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു. ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരൊറ്റ ചോദ്യം, ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ. ടിവിയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരൺ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്, ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി, ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു, കോർണർ ചെയ്തു. നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ പാഷ സാറിന്റെ, അന്തസ്സായി കഷായം കൊടുത്തു. രാഹുൽ ഈശ്വർ പറയണല്ല, നിങ്ങളെല്ലാം ടി വി ചാനൽ കേട്ട് കാണും. അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് ഇത് എടുത്തു കൊടുത്തു. ഇത് രാഹുൽ ഈശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ നിൽക്കുന്ന AKMക്കാര് ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ? അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല. എന്ത് ന്യായമാണുള്ളത്? പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോ അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത്, സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുതെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട്. നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം 11 ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ, ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷവിരോധമല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഘടിപ്പിക്കാൻ സമ്മതിക്കില്ല. ഞാൻ മനസ്സിലാക്കുന്ന പോലീസുകാർ കട്ടൌട്ട് എടുത്തുകൊണ്ട് പോയി, ഒരു ജഡ്ജിയുടെയാണ്. ഒരു ജഡ്ജിയുടെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി, പോലീസുകാർ പാലും കൊണ്ടുപോയി, കട്ടൌട്ടും കൊണ്ടുപോയി. ഈ നാട്ടിലെ പുരുഷവിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റേസ് ചെയ്തു. ഇന്നലെ അജിത് കുമാർജിയോടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് MLA കണ്ടു. എൽദോസ് MLAക്ക് ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു. വനിതാ കമ്മീഷൻ പോലെ, യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു. അത്തരം കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറില്ല, പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല. ഇന്ന് വളരെ ജെന്യുവിനായി ഒരു ജഡ്ജിയുടെ, അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുമ്പോൾ അത് വയലൻസ് എങ്ങനെയാകും? അപ്പോ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താൽ മതി. രണ്ട്, നിങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്ക് ഉള്ളിൽ തോന്നി, എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും, ആരും ഷാരനെ ഒന്നും അങ്ങനെ വേട്ടക്കാരൻ വിളിക്കില്ല. പക്ഷേ ജഡ്ജി ആയിരുന്ന, ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ചക്കള്ളങ്ങൾ ടിവിയിലിരുന്ന് പറയാണ്. കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ്. ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു, ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു, അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന്. ഇത് നേരെ തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരനാണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുക? അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വനിതകളും കൂടെ നിൽക്കുന്നുണ്ട്. പുരുഷ കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല.
പുരുഷന് ഇവിടെ നിയമപരമായി യാതൊരു കാര്യവുമില്ല. ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല. ഞാനിപ്പോ ഒരിക്കൽ പറയുകയുണ്ടായി, സാക്ഷാൽ നിവിൻ പോളി കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നില്ല, പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നത്? ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ സരിതയ്ക്കെതിരെ പരാതി എടുക്കുന്നില്ല, പിന്നാണോ പുള്ളിയെ വേട്ടയാടിയ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ പുള്ളിയെ വേട്ടയാടിയ ആൾക്കാർക്കെതിരെ പരാതി എടുക്കുന്നത്? ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇവിടെ കൂടി നിൽക്കുന്ന പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത്, ഈ കട്ടൌട്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോയ ആർജവം ആ നിവിൻ പോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ ഒരു FIR ഇടാൻ കാണിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ്. ഇവിടെ കട്ടൌട്ട് എടുത്തുകൊണ്ട് പോകാൻ കാണിച്ച ആർജവം, ഇവിടെ കട്ടൌട്ട് എടുത്തോണ്ട് പോയി പാലെടുത്തോണ്ട് പോയി ഇവർക്ക് നോട്ടീസ് കൊടുക്കാൻ കാണിച്ച നോട്ടീസ് തന്നിട്ടുണ്ടല്ലേ? ഒരു സെക്കൻഡ് പറഞ്ഞ സന്തോഷമായി. അതായത് വിദ്വേഷ പ്രസംഗവും മറ്റും നടത്താൻ പാടില്ല. ഇന്നേ വരെ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല. ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത്. ഇതേപോലൊരു നോട്ടീസ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക്, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക്, ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും ഞങ്ങൾ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. നിങ്ങളുടെ ചിന്തകളെ നേർവഴി കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ.